നമ്മുടെ ഈ ബിരിയാണി റൈസും മസാലയും ചിക്കനും തമ്മിലൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. തുടങ്ങി കുറ്റം പറയാം. അത് ദിനേശേട്ടാ, ഇത് ചത്ത കോഴിയാണോ അതോ കൊന്ന കോഴിയാണോ? അത് ചത്ത കോഴിയാണോ? ഇത് ചത്ത കോഴിയാണ്. അത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയല്ലേ. കൊള്ളില്ല. സലാഡ് തീരെ കൊള്ളില്ല. അച്ചാർ ആ അച്ചാർ കൂടെ ചേർന്നപ്പോൾ വൃത്തികേടായി. അച്ചാർ ഞാൻ ഉണ്ടാക്കിയല്ല, പുറത്തുനിന്ന് വാങ്ങിയതാ. അതാ അവനോട് പറഞ്ഞാൽ മതി. എന്തിനാണ് ബിരിയാണിയിൽ പപ്പടം? മാപ്പ്, ഇനി ഞാൻ വെക്കൂല. ഈച്ച അതിപ്പോൾ ഇവിടുന്ന് വന്ന പുറത്ത് തുറന്നപ്പോൾ വന്നായിരിക്കും ഡോറ്. മൂട് പോയി. ആരാ? എന്താ? ബിരിയാണിയോ? ആരാ? ഇങ്ങനെ മൃഗീയമായിട്ട് കുറ്റം പറയല്ല ദിനേശേട്ടാ, കുറച്ച് മൃദുവായിട്ട് പറ. കോഴിയുടെ മുട്ടയാണോ? കുറ്റം പറയാൻ എളുപ്പമുള്ള കാര്യമാണ് ദിനേശേട്ടാ, പക്ഷെ അത് കേൾക്കുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ബിരിയാണി ബിരിയാണി ബിരിയാണി. ഇതാ വേൾഡ്സ് നമ്പർ 1 ബിരിയാണി. ദിനേശേട്ടാ, ഇതിൻ്റെ അകത്ത് സാലഡോ അച്ചാറും മുട്ടയൊന്നുമില്ല. ഈ മുട്ടയും സലാഡും അച്ചാറൊക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കണം. വേണോ? ചോദിച്ചോളൂ. വേൾഡ്സ് നമ്പർ 1. എനിക്ക് ദിനേശേട്ടനെ പോലെ അങ്ങനെ പറയാനൊന്നും അറിയില്ല. ബിരിയാണി കൊള്ളൂല. നീ ഏതടി? നീ ബിരിയാണി കണ്ടിട്ടുണ്ടാ? ഇത് ബിരിയാണി അല്ലേ? നീ നല്ല ബിരിയാണി കണ്ടിട്ടുണ്ടോ? ആ, പക്ഷെ ഈ ബിരിയാണി കൊള്ളൂല. ഇത് മോശം. ഇതേ എൻ്റെ അമ്മയുടെ റെസിപ്പി ഈ ബിരിയാണി. അത് ഞങ്ങൾ കുറേ ആളുകൾക്ക് ഈ ബിരിയാണി വെച്ചു കൊടുത്തിട്ടാണ് ഈ ബിരിയാണി ഇപ്പം നിനക്ക് ഞാൻ വെച്ച് തരുന്നത് കേട്ടോ. അയ്യേ, അപ്പം അമ്മക്കും ബിരിയാണി വെക്കാൻ അറിയില്ല? ഇതൊന്നും ദിനേശേട്ടാ, ഇവിടെ മൊത്തം ഈച്ച. ഈ ഈച്ചനെ ഞാൻ കൊണ്ടുവന്ന് പോറ്റുന്നൊന്നുമല്ല. നീ അന്ന് എനിക്ക് ബിരിയാണി വന്നപ്പോൾ ഒരു ഈച്ച പാറ കിടന്നില്ലേ? ആ സെയിം ഈച്ച ഇത്. അതിന് ആ ഈച്ചനെ ദിനേശേട്ടാ കൊന്നിട്ടില്ല അപ്പോൾ തന്നെ. ആ ഈച്ചക്ക് ബന്ധുക്കളുണ്ടാവില്ലേ? ദിനേശേട്ടാ, ഈ അരിയും ചിക്കനെല്ലാം വെറുതെ വിറകടുപ്പ് കൂട്ടിയിട്ടാൽ ബിരിയാണി ആവൂല. നിനക്കെല്ലാം എന്ത് ബിരിയാണി ഇറങ്ങി തിന്നണ്ട. ദിനേശേട്ടാ, ഇതെവിടെ പോന്ന്? ഒരു റിവ്യൂ പറയുമ്പോൾ അതിന്റെ സ്പിരിറ്റിൽ എടുക്ക്. I don't have time for losers. പോടാ. നല്ല ബിരിയാണി.